ഈ വാക്കിംഗ് ഔട്ട് എന്ന് പറയുന്ന സംഭവം ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായിട്ടൊന്നും അല്ല. സീസൺ 4 ജാസ്മിൻ മൂസ ബിഗ് ബോസിനെ തെറിയും പറഞ്ഞ സിഗരറ്റും വലിച്ചാണ് പുറത്തേക്ക് നടന്നിറങ്ങിയത്. സീസൺ 6 സിബിൻ വാക്കൗട്ട് ചെയ്തതാണ്. പക്ഷെ ഈ രണ്ട് കേസും നെവിൻ്റേതുപോലെ അല്ല. നെവിൻ വളരെ പെട്ടെന്നുണ്ടായ ഒരു ഇൻസ്റ്റിങ്ക്റ്റിലാണ്, ഒരു ചെറിയ പ്രൊവോക്കേഷന്റെ പുറത്തേക്ക് ഓടി ഇറങ്ങിയത്. അതും ആ സമയത്ത് ആദില നൂറ എന്നിവർ ഒരു ചൊറിച്ചിൽ ഗെയിം കൂടാതെ ബിഗ് ബോസും ഡോറ് തുറന്നിട്ട് നെവിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആ സമയത്ത് ഇമോഷണൽ ആയിട്ടൊരു തീരുമാനം എടുക്കാതെ പ്രാക്ടിക്കലായിട്ട് നെവിനൊരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ഇപ്പോ ബിഗ് ബോസിന് നെവിനെ പുറത്തേക്ക് നയിക്കണം എന്ന് തന്നെ ആയിരുന്നിരിക്കാം. കാരണം അത് അല്ലാതെ ഡോറ് തുറന്നിടത്തില്ലല്ലോ. മേലീഗോ എത്രത്തോളം ഈ പുള്ളിയുടെ ഹേർട്ട് ആവുമെന്ന് ബിഗ് ബോസ് പരീക്ഷിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു പരീക്ഷണത്തിൽ വീഴാതെ അവിടെ ഒരു മണ്ടത്തരം കാണിക്കാതെ അവിടെ തന്നെ അങ്ങനെ നിന്നാ മതിയായിരുന്നു. സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നിന്നാ മതിയായിരുന്നു. ഇപ്പൊ ലൈവിലെ അപ്പാനി അക്ബർ ടീംസ് എല്ലാവരും, മെയിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും, പിന്നെ ജിസയിലും ഒക്കെ പോയി ക്യാമറയിൽ പറയുന്നുണ്ട് നെവിനെ തിരിച്ചു കൊണ്ടുവരണം. നെവിൻ പ്രേക്ഷകരുടെ വോട്ട് കുറഞ്ഞിട്ടല്ലല്ലോ നെവിൻ പുറത്തേക്ക് പോയത്. ഇങ്ങനെ ഒരു പ്രൊവോക്കേഷന്റെ പുറത്താണ് നെവിൻ പുറത്തേക്ക് നടന്ന് ഇറങ്ങിയത്. അപ്പോൾ ഗെയിമിലൊരു ട്രിഗർ പോയിന്റ് വന്നാൽ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണല്ലോ ഈ ഒരു ഷോ. അപ്പോൾ നെവിൻ അത് അതിജീവിക്കാതെ ആ ഒരു നിമിഷത്തിലെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റില് പ്രാക്ടിക്കലായിട്ടൊരു തീരുമാനം എടുക്കാതെ ഇമോഷണൽ ആയിട്ട് തീരുമാനം എടുത്ത് പുറത്തേക്ക് പോയി. ഇനി ഈ ആദില നൂറ ആണെങ്കിലും ഇവരും ഇമോഷണൽ ആയിട്ട് തീരുമാനം എടുക്കുന്ന ആളുകളാണ്. അല്ലാതെ ഇവരും ഭയങ്കര പ്രാക്ടിക്കൽ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ഗെയിമിൽ തന്നെ അവർ 1000 പോയിന്റ്സ് കൊണ്ട് തുലച്ചത് ആ രീതിയിലാണ്. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഇവര് ഇത്തിരി ഗെയിം ചേഞ്ചിങ് നടത്തി എന്നുള്ളത് ശരി തന്നെയാണ്. നെവിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് പുറത്തേക്ക് വിടാനായിട്ട് ഇവർക്കൊരു വലിയ പങ്ക് ഇവര് വഹിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് അറിയേണ്ടത് നെവിൻ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് വീക്ക് കണ്ടസ്റ്റൻസ് അതിനകത്ത് ബാക്കിയുണ്ട്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും അതിനകത്തിരുന്ന് ലൈവ് കാണുന്നവരുണ്ട്. അങ്ങനെയുള്ളപ്പോ നെവിനെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ലാലേട്ടന്റെ എപ്പിസോഡിൽ തിരിച്ചു കയറ്റി വിടണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പ്രേക്ഷകർ ഒരു അഭിപ്രായം വിലക്കെടുത്ത് നെവിനെ തിരിച്ച് കൊണ്ടുവരണമെന്ന് തന്നെയാണ് എന്റെ ഇതിനകത്തൊരു